വരൾച്ചയുടെ അവസ്ഥ. ഇറ്റ്സ് കോൾഡ് എ സ്പിരിറ്റ് ഓഫ് ബാരൻനെസ്. നമ്മൾ പ്രയത്നിക്കുന്നു, കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു, പലത് നമുക്കറിയാവുന്നതൊക്കെ ചെയ്യുന്നു, പല ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുന്നു, പലത് പഠിച്ചു നോക്കുന്നു, പക്ഷേ ഒന്നിനും പ്രയോജനമില്ല. നിലനിൽക്കുന്ന ഒരു സമാധാനമില്ല. നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പ്രയത്നിച്ചിട്ട് ലാസ്റ്റിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട് കൈമലർത്തി ദൈവമേ ഇതാണെന്നും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എത്ര പേര് നമ്മുടെ മുമ്പിലില്ലേ? ഇത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇല്ലേ? അവർ അധ്വാനിക്കുന്നൊക്കെ അധ്വാനമുണ്ട്, പക്ഷെ പ്രതിഫലം ഒന്നും കിട്ടുന്നില്ല. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയമെന്നാണ് സദൃശ്യവാക്യത്തിൽ പറയുന്നത്. ജീവനും ധനവും സമ്പത്തും ദൈവത്തെ അറിയുന്നവർക്ക് കൊടുക്കും, ദൈവത്തെ അറിയുന്നവർക്ക് കൊടുക്കുന്ന വചനം വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം ഈ വരൾച്ചയുടെ അവസ്ഥ? ഈ വരൾച്ച എന്ന് പറയുമ്പോഴും നമ്മൾ പ്രവർത്തിക്കുന്നതിലൊന്നും ഒരു അനുഗ്രഹമില്ല. അതൊന്ന്. രണ്ട്, ചിലരുടെ ജീവിതത്തിൽ വരൾച്ച എന്ന് ശരീരം അങ്ങ് ഡ്രൈ ആയിട്ട് നമ്മളിങ്ങനെ ഈ തുണി ഇങ്ങനെ പിഴിഞ്ഞ് വെക്കത്തില്ല, തുണി ഇങ്ങനെ നമ്മൾ പണ്ടൊക്കെ പിഴിയത്തില്ല, അങ്ങനെ പിഴിയുന്ന പോലെ പിഴിയുന്ന ഫീലിങ്ങുള്ള അങ്ങനെ പലരും എൻ്റെ ഇരിക്കും വന്ന് പറയും, ഇങ്ങനെ എൻ്റെ ഇങ്ങനെ എന്നെ അങ്ങ് പിഴിഞ്ഞ് വെച്ചിരിക്കുകയെന്ന്. ഒരു സ്ത്രീ വന്നിച്ച് പറഞ്ഞു, അയ്യോ കല്യാണം കഴിച്ച് നാളെ തൊട്ട് ആ മനുഷ്യൻ എൻ്റെ ഇവിടെ അടിക്കും ഇവിടെ അടിക്കും, ഇങ്ങനെ എനിക്ക് ഒരു സമാധാനമില്ല. ഇങ്ങനെ അത് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കും. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ വലിയ ദേഷ്യമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള അന്തരാത്മാവ് ഇങ്ങനെ തീ പോലെ അന്നേരം പൊങ്ങി വരും. ഞാൻ എന്നിട്ട് പറഞ്ഞു വിടുകയും ചെയ്യും. അതിനും പലർക്കും എന്നെ ആ പറയുന്നത് കേൾക്കുന്നവർക്ക് വിടുതൽ കൊടുത്തിട്ടുമുണ്ട്, ദൈവം കൊടുക്കുന്നുമുണ്ട്. പക്ഷേ അവസ്ഥ, ഈ വരൾച്ചയുടെ അവസ്ഥ അവരറിഞ്ഞുകൊണ്ടല്ല, അവരുടെ ഭർത്താവ് അറിഞ്ഞുകൊണ്ടല്ല. ഈ പിശാച് ആ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയുണ്ട്, അവരെ എങ്ങനെയും വരൾച്ച പിഴിഞ്ഞ് ഉണങ്ങിയ തുണി പോലെ ആക്കി വെക്കും. അങ്ങനെയുള്ളവരുണ്ട്. ചിലർക്ക് എപ്പോഴും നമുക്ക് ശരീരത്തിന് ഡ്രൈ തോന്നും, വെള്ളം കുടിച്ചാലും ദാഹം തീരത്തില്ല, ഒരു ഭക്ഷണം കഴിച്ചാലൊന്നും ശരീരത്തിൽ കാണത്തില്ല. ഇതെല്ലാം ഇതിനൊക്കെ ആത്മീയ ശക്തിയുണ്ട്, മനസ്സിലായി. ശരീരം ഉണങ്ങിപ്പോകുന്നു. അതിന് വചനം എഴുതിയിട്ടുണ്ടോ? നമുക്ക് നോക്കാം, വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? സങ്കീർത്തനം 102:5 എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. ഉണ്ടോ? ശരിയല്ലേ? എന്നെ ഞരങ്ങുകയാണ്, പറയാൻ വയ്യാത്ത. ഇപ്പം നമ്മൾ എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ട് ഈ പണസംബന്ധമായിട്ടുള്ള, നമ്മുടെ പണത്തിനേക്കാട്ടി കൂടുതൽ ചിലവ് വരും എങ്ങനെയെങ്കിലും. അതല്ല ദൈവം എവിടുന്ന് ഒരു പണം തന്നെന്നിരിക്കട്ടെ, ഒറ്റ മാസത്തിനകത്ത് തീർന്നു പോകും. അതിൽ ഓട്ടസഞ്ചിയിലോട്ട് പണം ഇടുന്ന പോലെ, വെള്ളത്തിനകത്തോട്ട് എറിയുന്ന പോലെ, ഒന്നും തിരിച്ചു വരുന്നില്ല. നമുക്ക് സങ്കടം തോന്നും. പലപ്പോഴും ജീവിതത്തിൽ നമ്മുടെ പ്രയത്നത്തിന് ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഒത്തിരിയേറെ നമ്മൾ കൈകടത്തിയിട്ടുണ്ട്, പക്ഷെ പലയിടത്തും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ സങ്കടം വരും. എന്താ? അതുകൊണ്ടായിരിക്കണം വചനം പഠിക്കുന്നത്, എന്തെങ്കിലും ആട്ടെ. പക്ഷേ നമ്മൾ ഓർക്കണം, അങ്ങനെയല്ല. വേദപുസ്തകത്തിൽ അബ്രഹാമിനെ മഹാസമ്പന്നൻ എന്നാണ് വേദപുസ്തകത്തിൽ. അപ്പം ദർ ഇസ് സംതിങ് വി ആർ മിസ്സിങ്. അതാണ് ഇന്ന് ചിന്തിക്കുന്നത്. എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നമ്മുടെ ഉള്ളിൽ. ഈ റോമർക്കെഴുതിയ ലേഖനത്തിനകത്ത് 8-ാം അധ്യായത്തിൽ 26 പറയുന്നുണ്ട്, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതിനാൽ ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഞരക്കവും പ്രാർത്ഥനയായിട്ട് ദൈവം കേൾക്കുന്നതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ 102:5 പറയുന്നത്, എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. അതേപോലെ തന്നെ 102:24 എൻ്റെ ദൈവമേ, ആയുസിൻ്റെ മധ്യത്തിൽ എന്നെ എടുത്ത് കളയരുതേ എന്ന് ഞാൻ പറഞ്ഞു, നിൻ്റെ സംവത്സരങ്ങൾ തലമുറയായിരിക്കുന്നു. എന്താ? വരൾച്ചയായിട്ട് ഇല്ലാതായിട്ട് നശിച്ചു പോകുന്നു. ചിലർക്ക് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞൊരു രോഗം, അതായത് ഈ ബോണെല്ലാം ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞാൽ ഒടിഞ്ഞു പോയി, ഇങ്ങോട്ട് തിരിഞ്ഞ്. നമ്മളതൊക്കെ പറയും കാൽസ്യത്തിൻ്റെ കുറവാണ്. പക്ഷെ നീ ഞരങ്ങി നിൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ ബലവും പിശാച് ചോർത്തിക്കൊണ്ട് പോയിരിക്കുക. എന്താ? കഷ്ടവും ദുരിതവും, മറ്റുള്ളവരോട് പറയാൻ വയ്യാത്ത ഭാരങ്ങളാണ്. ചിലർ വർത്തമാനം പറയുമ്പോൾ അത് സാരമില്ല, ദൈവം എന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാനത് അല്ലെന്നേ. ദൈവത്തിന് എന്നെ നമ്മളെ എപ്പോഴും ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കി. എൻ്റെ മക്കളെ എപ്പോഴും ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. അവർ ജീവൻ്റെ ആത്മാവിൽ ഉറച്ച് സന്തോഷിക്കുന്ന കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് പൗലോസ് പോലും പറയുന്നുണ്ട്, അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടമെന്നാണ് പൗലോസ് പറയുന്നത്, അല്ലാതെ എന്നും കഷ്ടമൊന്നുമല്ല. സംതിങ് വി ആർ മിസ്സിങ്. ആത്മാവ് വരാതെ അതൊന്നും പഠിക്കൂല. സങ്കീർത്തനം 2:12 പറയുന്നു. അപ്പോൾ നമുക്ക് ദീർഘായുസ് ദൈവം തന്നിരിക്കുകയാണ്. നമ്മളിങ്ങനെ വടിച്ചൊടുക്കി ഇല്ലാതാക്കി, ആക്സിഡൻറ്റ് മൂലം ഇല്ലാതാക്കി അസ്ഥികളെല്ലാം ഒടിച്ച് ജീവിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ടേക്ക് കറേജ്.
സംസാരിക്കാൻ പഠിക്കണം അവൻ്റെ ശരീരത്തിനോട്. ഹാവ് യു ഡൺ ദാറ്റ്? ഞാനിതിപ്പോൾ അനുഭവത്തിന് വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഈ വരൾച്ച, അതായത് ജീവനദിയുടെ ജീവവെള്ളം എൻ്റെ ശരീരത്തിൽ കൂടെ ഒഴുകുന്നതായിട്ടുള്ള അനുഭവം എനിക്ക് ഇതുവരെ ആയിട്ടില്ല കർത്താവേ. ഐ നീഡ് ടു റിവൈവ് ദാറ്റ് ഏരിയ. അന്ന് തൊട്ട് വരൾച്ച എനിക്ക്. ഐ ഫീൽ ഡ്രൈ. വെള്ളം കുടിച്ചാലും എനിക്ക് ഡ്രൈ ആയിട്ടൊന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു പിശാചി കളിക്കാൻ തുടങ്ങി. ഞാൻ ആ ഏരിയ എടുത്തപ്പോൾ ഐ ആം നോട്ട് ഗിവിങ് അപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവേ, ജീവൻ്റെ വെളിച്ചം, ജീവൻ്റെ വെള്ളം നമ്മുടെ ശരീരത്തിൽ കൂടെ പോയിട്ട് പുഷ്ടി പിടിച്ച്, എന്ന് പറഞ്ഞ് വണ്ണം വെക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഐ ഡോണ്ട് വോണ്ട് ടു പുട്ട് ഓൺ വെയിറ്റ്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു ഉൾബലത്തിൻ്റെ ശക്തിയിൽ നിന്നുകൊണ്ട് നമ്മൾ നിൽക്കുന്നിടത്ത് ജീവപുഷ്ടി നിൽക്കുന്നത്, നമ്മൾ കൈ തൊടുന്നിടത്ത് അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത്, അത് അനുഭവിക്കാനുള്ള ശക്തിയാണ് ഞാനിത് ചോദിക്കുന്നത്. അത് നമ്മൾ മൂലം അനേകർക്ക് വെളിച്ചം, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ചെയ്യേണ്ട ടൈം ആകുമ്പോഴാണ് ഈ ദാഹം വരുന്നത്. കർത്താവ് പറയുന്നുണ്ട്, സങ്കീർത്തനം 2:12 പറയുന്നത്, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ. അവൻ കോപിച്ചിട്ട്, അവൻ എന്താ കോപിക്കുന്നത്? നിന്റെ വരൾച്ച കണ്ടിട്ട് ദൈവം സന്തോഷിക്കുന്നൊന്നും ഇല്ലെന്നേ. ശത്രു നിൻ്റെതെല്ലാം പിടിച്ചെടുക്കി വെച്ചിട്ട് നീ അത് എടുത്തു വാങ്ങിക്കാൻ നിനക്ക് കഴിവില്ലെങ്കിൽ എന്ത് ഗുണം? അപ്പം നമ്മളോട് ദൈവം പറയാണ്, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിച്ചോളൂ. നീ പുത്രനെ വിളിക്കേ, പുത്രൻ്റെ കാൽപ്പാതയിൽ നിന്ന് മാറല്ലേ. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപ നമുക്ക് വാങ്ങിച്ചെടുക്കണം. ശരീരം ഇങ്ങനെ ഉണങ്ങി വരണ്ട് നശിച്ച് മനുഷ്യൻ്റെ മുമ്പിൽ നമ്മളെ ഈ തുണി പിഴിയുന്ന പോലെ പിഴിയുന്ന പരിപാടി നിന്ന് നിർത്തുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യോബിൻ്റെ ബുക്കിൽ ഇത് തന്നെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ, ഇതുണ്ടെന്ന്, ഇത് പിശാചിൻ്റെ തന്ത്രമാണെന്ന് ഇത് മനസ്സിലാക്കുക. യോബിൻ്റെ 19:20, എൻ്റെ അസ്ഥി ത്വക്കിനോടും മാംസത്തോടും പറ്റിയിരിക്കുന്നു. എന്താണ് നമ്മുടെ അസ്ഥികൾ? മാംസം, അതിൻ്റെ ഇടയ്ക്ക് മസിലൊന്നും ഇല്ല, എല്ലാം ഒട്ടി അസ്ഥിയുണ്ട്, ഇച്ചിരി സ്കിന്നും ഉണ്ട്, ആ ലെവലാണ്. ഇത് ശരീരത്തിൽ തന്നെയല്ല, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിൽ, അവരുടെ കുടുംബജീവിതത്തിൽ ഒരിടത്തും ഒരു പുഷ്ടിയില്ല. അങ്ങനെയാണോ വചനം പറയുന്നത്? അങ്ങനെയല്ലല്ലോ ദൈവം ഉദ്ദേശിക്കുന്നത്. അബ്രഹാം എത്രയോ ഭാഗത്ത് പോയി തെറ്റുപറ്റുന്നത്, മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ദൈവത്തിന് മനസ്സലിയ തോന്നി. ശരിയല്ലേ? ഒരു എക്സാമ്പിൾ എടുക്കുക. അബ്രഹാം ചെന്നിട്ട് സാറായ സഹോദരിയാന്ന് പറഞ്ഞു, ഫറോൻ പിടിച്ചുകൊണ്ട് പോയി. ദൈവം തമ്പുരാനെ അവരെ തൊടിയിപ്പിച്ചില്ല. കുറച്ച് കഴിയുമ്പം ഫറോന് മനസ്സിലായി ഇത് മണ്ടത്തരാന്ന്. അവരുടെ പ്രശ്നക്കാരും എല്ലാം ആയിരിക്കും പറഞ്ഞത്. അവസാനം ഫറോ വിളിച്ചു വെച്ചു, നീ എന്തോ ഈ കാണിച്ചു വെച്ചത്? ഞങ്ങളുടെ ഇവിടെ പിള്ളേർ പോലും ഉണ്ടാകുന്നില്ല. ഇത് ഈ നീ നിൻ്റെ ഭാര്യയായിട്ട് എന്തിനാ സഹോദരി എന്ന് പറഞ്ഞ്? അവന് മണ്ടത്തരം. എന്നിട്ട് പോലും പരിശുദ്ധനായ ദൈവം സാറായെ തിരിച്ചു പിടിക്കുമ്പം ഒട്ടകങ്ങൾ, ആടുമാടുകൾ, സമ്പത്ത് എല്ലാം കൂടെ കൊടുത്ത് തിരിച്ചു കിട്ടുന്നു. ഈ ദൈവം ആരാണ്? നമ്മളെപ്പോഴേലും ശരി, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുറ്റങ്ങൾ അല്ലെ ബലഹീനത വിളിച്ച് പറഞ്ഞ് പൊക്കിക്കൊണ്ടിരിക്കും. അവൻ അങ്ങനെയാണ്, അവനിങ്ങനെയാണ്. അബദ്ധങ്ങളുടെ പറ്റുമ്പോഴും ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് അബ്രഹാമിനെ തെരഞ്ഞെടുത്തതിനാൽ ദൈവം മാറ്റി നിർത്തി ശത്രുവിനെ കൊണ്ടുപോലും അനുഗ്രഹിക്കുന്ന കാണുന്നോ? ആ ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ട് യോബ് പറയാണ്, എൻ്റെ അസ്ഥി ത്വക്കിനോട് മാംസത്തോടും പറ്റിയിരിക്കുന്നു, പല്ലിൻ്റെ മോണയോട് ഞാൻ ശേഷിച്ചിരിക്കുന്നു. പല്ലിൻ്റെ അവർ ചിരിച്ചാൽ പല്ല് മാത്രം ഉന്തി നിൽക്കുന്ന പല്ല് മാത്രം കാണുന്ന സ്റ്റേജായെന്ന് ആരുടെയും ചിന്ത വരുന്നുണ്ട് ഇത് വായിക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ സ്റ്റേജിലാണോ? ശരിയാ, പുഷ്ടിയൊക്കെ ഉണ്ട് ശരീരത്തിന്, ആ ചെറുപ്പത്തിൻ്റെ പുഷ്ടിയൊക്കെ. പക്ഷേ ഇൻ സ്പിരിറ്റ് ദേ ആർ നോട്ട് പ്രോസ്പറിങ്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നു, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു, ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ആക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നു. അതിൻ്റെ വരൾച്ചയാണ്. വരൾച്ച ഇന്ന് മാറ്റിയിരിക്കുന്നു. ഞാൻ അധികാരത്തോടെ പറയുകയാണ്, അഴിഞ്ഞു മാറും. കഴിഞ്ഞ ദിവസം ഒരാൾ വന്നപ്പോൾ ഞാൻ ആ കൊച്ചിന് വേണ്ടി പ്രാവശ്യം പറഞ്ഞു, മാറാൻ ടൈമായി. മാറിയില്ലെങ്കിൽ വെട്ടും, തലയിട്ട് വെട്ടും, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോന്ന് ഞാൻ കണ്ടു. വന്ന പോലല്ലേ കുട്ടി തിരിച്ചു പോയത്. മാറാൻ അധികാരത്തോടെ പറയാൻ കഴിവുള്ള എത്ര പേരുണ്ട്. യോബിൻ്റെ സാഹചര്യത്തിന് മാറ്റം വരുത്തിയില്ലേ? ദാവീദിൻ്റെ സാഹചര്യത്തിന് മാറ്റം വരുത്തിയില്ലേ? ഉണങ്ങി സിക്ലാദ് എന്ന് പറയുന്ന സമയത്ത് ദാവീദിന് ഏകദേശം 30 വയസ്സുള്ള സമയത്ത് മുഴുവൻ സാധനം എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ നിന്ന് ഭാര്യമാരെയും മക്കളെയും ബാക്കിയുള്ളവരെയും എല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ട് അവർ കല്ലെടുത്ത് എറിയാൻ തുടങ്ങി. ദാവീദ് ബലം പ്രാപിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചെന്ന് പറയുന്നു.
പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ആ പരീക്ഷയെ പോയി പിടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു പോയി പരീക്ഷയെ പോയി കൊല്ലാൻ പറയാം, അവനെ പിടിക്കാൻ. അവൻ ശത്രുവിനെ പോയി കൊന്നിട്ട് ഭാര്യമാരെ മക്കളെ എല്ലാത്തിനും സകലത്തിനും തിരിച്ചു. അതാണ് ബാറ്റിൽ ഓഫ് സിക്ലാദ് എന്ന് പറയുന്നത്. അന്നു മുതൽ ദാവീദിന് ജയമായിരുന്നു. ഉണങ്ങിയ അസ്ഥി പോലെ വരണ്ട നടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇന്നൊരു വിടുതലിൻ്റെ ദിവസമായിട്ട് ഞാൻ പ്രഖ്യാപിക്കുക യേശുവിൻ്റെ നാമത്തിൽ. അനേക കുടുംബങ്ങൾക്ക് ഇതിലൂടെ അതിനൊരു ഉത്തരം കൂടെ ദൈവം തരുന്നുണ്ട്. അതിനോട് സങ്കീർത്തനം 3:7 യഹോവേ എഴുന്നേൽക്കണമേ, എൻ്റെ ദൈവമേ നീ രക്ഷിക്കണമേ. നമ്മൾ വേറെങ്ങും പോകുന്നില്ല, എളുപ്പ വഴി അല്ല അവിടെ പോയി കണിയാനെ കാണണം, അവിടെ പോയി പലരും കഴിഞ്ഞ ദിവസം അനുഭവം ഉണ്ട്. ഇതൊക്കെ അനുഭവങ്ങളുടെ വെളിച്ചം പറയുന്നത്. ഇതൊക്കെ എല്ലാ കുടുംബങ്ങളും നടക്കുന്നുണ്ട്. ഒരു വ്യക്തി ആ പുള്ളി വചനം ദൈവത്തിൻ്റെ സത്യങ്ങൾ അറിയാൻ അല്ലെ ദൈവത്തെക്കുറിച്ച് അറിയാൻ വേറൊരാളിനെ ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഇതിന് എന്നാ പറയുന്നതെന്ന് എനിക്കറിയില്ല, ഈ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം പറയുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ള ആരെ ആശ്രയിച്ചു. അപ്പം ആ മനുഷ്യനാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. വീട്ടിൽ എന്ത് ചെയ്യണം, കല്യാണം കഴിക്കണോ വേണ്ടായോ, പിന്നെ വീട്ടിൽ അമ്മയെ നോക്കണോ, എല്ലാത്തിനും തീരുമാനം ഈ മനുഷ്യനാണ്. അയാളാണ് ദൈവം. ദൈവത്തിൻ്റെ വചനം മറിച്ച് അയാൾ ഉത്തരം കൊടുക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനത് കേൾക്കുമ്പോഴെല്ലാം ഞാൻ പറയും ശരിയല്ല, അത് ശരിയല്ല. അത്രയും ഒരു വ്യക്തിയെ ആശ്രയിക്കുന്നത് ശരിയല്ല. അവർ ദൈവത്തെ അല്ലേ ആശ്രയിക്കും. അയാളാണോ ദൈവം? അയാൾ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, പല കാര്യങ്ങളും ഉപദേശം കൊടുക്കുന്നത് ശരിയല്ല. അപ്പം ഞാൻ പറയും അത് ശരിയല്ല, അത് നിൽക്കത്തില്ല ഉച്ചയെന്ന് പറയും. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മളോട് ആ കുട്ടി എപ്പോഴും കരഞ്ഞു വിളിച്ച് പറഞ്ഞു. ഏതായാലും ആ മനുഷ്യൻ മരിച്ചുപോയി. മരിച്ചുപോയപ്പം വീട്ടിൽ മുട്ടം വഴക്ക്. ആ കൊച്ചെന്നെ വിളിച്ച് സങ്കടം വരും. ഞാൻ പറഞ്ഞു കുഞ്ഞെ പ്രാർത്ഥിക്ക്. നമ്മൾ പ്രാർത്ഥിക്കുമ്പം പിശാച് കറുത്ത രൂപത്തിലുള്ള ദുഷ്ടശക്തികളെല്ലാം അഴിഞ്ഞഴിഞ്ഞു പോകുന്നതായിട്ട് നമ്മളെ കാണിക്കുക. എന്താ? ദൈവത്തിൻ്റെ ആത്മാവല്ലാത്തവരിൽ നീ ചെന്ന് ആശ്രയിച്ച് ദൈവമാണെന്നും പറഞ്ഞ് ആശ്രയിച്ചല്ല, അതൊരു കെണിയായി മാറും. മണ്ടത്തരങ്ങൾ. നമ്മൾക്ക് വചനം തന്നിട്ടുണ്ട്, പഠിത്തം തന്നിട്ടുണ്ട്. വചനത്തിൽ ആശ്രയിക്കാൻ എത്രയോ സ്ഥാപനങ്ങൾ, എത്രയോ മെസ്സേജുകൾ TV കൂടെ വരുന്നുണ്ട് സത്യം അറിയേണ്ടിയവർക്ക്. പക്ഷെ നമ്മൾ ചെന്ന് നിൽക്കുന്നത് കറക്റ്റായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് സങ്കീർത്തനം 3:7 യഹോവേ എഴുന്നേൽക്കണമേ. വേറെ ആരും എഴുന്നേറ്റാൽ ശരിയാകത്തില്ല. എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ, നീ എൻ്റെ ശത്രുക്കളെയൊക്കെയും ചെകിട്ടത്തടിച്ച്. ഉണ്ടോ? അടിക്കുന്ന ദൈവം കയ്യുയർത്തി അടിച്ചു കഴിഞ്ഞു. നീ എൻ്റെ ശത്രുക്കളെയൊക്കെയും ചെകിട്ടത്തടിച്ച് ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളഞ്ഞു. ഇന്നേ ദിവസം അതാണ് ഞാൻ പ്രഖ്യാപിക്കുന്നത്. ദുഷ്ടൻ്റെ പല്ല് തകർത്തുണ്ട്. അവൻ്റെ പല്ല് ഓരോന്നും ദൈവം വെട്ടി അടിച്ച്, കർത്താവിന് ഒരടി കൊണ്ടാൽ ഒരു പല്ലും അതിനകത്ത് ഇരിക്കൂലെന്ന്. നമ്മുടെ മുമ്പിൽ വരുന്ന സിംഹമുണ്ടല്ലോ, വലിയ സിംഹം ചാടി വരുന്നത്, ഒരു പല്ലില്ലാത്ത സിംഹമാവും വരുന്നത്. പിന്നെ അവനെന്താ ചെയ്യാൻ ഒക്കും? നമ്മളെ ഒന്നും ചെയ്യാൻ ഒക്കില്ല. ആ ഒരു ഉറപ്പ് ദൈവത്തിൻ്റെ ശക്തിയിലാണ്. അതുകൊണ്ട് ഇന്ന് ഉണങ്ങി വരണ്ട അവസ്ഥയിലിരിക്കുന്നിടത്ത് ഈ സങ്കീർത്തന യെശയ്യാ 35 പറയുന്നുണ്ട്, വരണ്ട ചിലപ്പോൾ ഇപ്പോൾ ഈ 114 വായിച്ചല്ലോ, നമ്മൾ മരുഭൂമിയിൽ ദൈവം തമ്പുരാൻ ജീവനീരുറവ. 35 യെശയ്യായാലും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. മരുഭൂമിയിൽ 35:6 അന്ന് മുടന്തനെ മാനിനെ പോലെ ഓടും, ഊമൻ്റെ നാവ് ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറവയായും തീരും. പോരെ? വാഗ്ദത്തം വാങ്ങിച്ചെടുക്കുക. ദൈവം പറയും വരണ്ട ജീവൻ ഇനിയില്ലെന്ന് മതി. ദൈവം അനുഗ്രഹിക്കുകയും സമൃദ്ധി തരികയും കർത്താവ് നമ്മുടെ തലമുറകളെ നമ്മളെക്കാട്ടി അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. കാരണം നമ്മളൊരു തലമുറ പ്രാർത്ഥിച്ചതല്ലേ. ഇതൊക്കെ എവിടെ പോകും? കർത്താവ് തരാതിരിക്കാൻ ഒക്കുമോ? പക്ഷെ നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുക. ഒന്നും കൂടെ വായിക്കുന്ന ആ വാക്യം, ഊമൻ്റെ നാവ് ഉല്ലസിക്കും. മിണ്ടാതിരിക്കുന്ന മക്കളുണ്ടല്ലോ, ദുഃഖം കൊണ്ടൊന്നും പറയും. നമ്മൾ ചോദിച്ചാൽ ഈ പിള്ളേർ പ്രയാസമുള്ള പണ്ടൊക്കെയാണ് അപ്പനും അമ്മയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഇപ്പോൾ ഈ ഒരു ഒരു മൊബൈൽ കിട്ടിയിട്ടുണ്ട്, ഒരു വാട്സപ്പും കിട്ടിയിട്ടുണ്ട്. ഈ കുന്തത്തിൽ കൂടെ എല്ലാവരും വർത്താനം പറയത്തുള്ളൂ. എന്തൊരു കാലമാണ്. മനുഷ്യത്വം ഇല്ലാതായിപ്പോയി. അപ്പോൾ ആ അവസ്ഥയിൽ ഊമനായിപ്പോയി. മിണ്ടാറിഞ്ഞൂടല്ലോ, മിണ്ടായിരുന്ന ആ നാവ് എങ്ങനെ ശരിയാണ്? ഊമൻ്റെ നാവ് ഉല്ലസിച്ച് ഘോഷിക്കും. നിൻ്റെ മുഖത്ത് ഉറക്കം. ദൈവം പറയുകയാണ്, മരുഭൂമിയിൽ വെള്ളം, നിർജ്ജന ദേശത്ത് എന്താ തോടുകൾ. അപ്പം വെള്ളവും തോടുകളും പൊട്ടിപ്പുറപ്പെടുപ്പിക്കുന്ന ദൈവമാണ് ഇറങ്ങി വന്നത്. അത് ഭൂമിയുടെ അടിയിൽ നിന്ന് വെള്ളം ഗ്രാവിറ്റിക്കെതിരായിട്ട് വെള്ളം അടിയിൽ നിന്ന് പൊങ്ങി വരുന്നത് നമ്മൾ കാണുക. അത് സംഭവിക്കുക ദൈവത്തിൻ്റെ ആത്മാവിൽ. മരീചിക ഒരു പൊയ്കയായിട്ട് വരണ്ട നിലം നീരുറവയായിട്ട് തീരുന്നു. പിന്നെ കുറുക്കനും ശത്രുക്കളും ഒക്കെ കടന്നതിനെല്ലാം ഓടിച്ചു മാറ്റി ദൈവം എന്ത് മനോഹരമാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്ന 35 യെശയ്യാൽ വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേലിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും നീങ്ങിപ്പോകും. പോരെ? സമാധാനം.
ദൈവത്തിൻ്റെ ആത്മാവ് വരൾച്ച മാറ്റി സമൃദ്ധി തരുന്ന ദിവസമാണിന്ന്. വാങ്ങിച്ചെടുക്കും. അതിപരിശുദ്ധനായ ദൈവമേ, അവിടുത്തെ ആത്മാവ് വളരെ തീക്ഷ്ണമായിട്ട് ദൈവം ഈ ഉണങ്ങിയ വരണ്ട അവസ്ഥയെ വെറുക്കുന്നു എന്ന് കാണിക്കുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ അവൻ ഒരു സ്ഥാനമില്ല. ഇത്രയും നാളും അറിവില്ലായ്മയിൽ അവൻ നമ്മുടെ മേൽ ഭരിച്ചെങ്കിൽ അടിച്ചിറക്കുന്ന ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. നാഥൻ എഴുന്നള്ളി വന്നിരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് പരിശുദ്ധനായ ദൈവത്തിൻ്റെ അമിത ശക്തിയുള്ള ജീവവെള്ളം, ജീവ ഉറവ പോലെ കടന്നു വന്നിട്ട് പഥ്യമായ വെള്ളം ഒഴുക്കിയിട്ട് അവിടെയെല്ലാം സമൃദ്ധമായ ജീവനെ ഇട്ട് കൊടുക്കേണ്ടത് പച്ച. അത് ഞങ്ങൾ കൈകൾ തൊടുന്നിടത്ത് എവിടെയാണ് തൊടുന്നത് വെച്ചാൽ അവിടെ അനുഗ്രഹം ഉണ്ടാണ്. അനേക ഹൃദയങ്ങളിൽ മുരടിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാൽ പോരെ. ഇറ്റ്സ് കോൾഡ് കംഫർട്ട് സോൺ. എൻ്റെ കാര്യം ശരി, എൻ്റെ മക്കളുടെ കാര്യം ശരി, ഇനിയിപ്പോൾ എന്താണ് എല്ലാവർക്കും അന്ന് പറ്റി എനിക്ക് അങ്ങനെയുള്ള ചിന്തയുള്ള എത്രയോ പേരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ ഞാൻ എത്ര പേരെ കാണുന്നു കർത്താവേ. അതിൽ നിന്നൊക്കെ അവരെയൊക്കെ കംഫർട്ട് സോണിൽ നിന്ന് അപ്പച്ചനൊന്ന് അടിച്ചിറക്കി വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറച്ചിട്ട് മറ്റുള്ളവർക്ക് കൂടി നന്മ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കാൻ. വീട് നിറഞ്ഞാൽ എന്ത് പുറത്തെന്നല്ലേ അപ്പച്ചൻ പറഞ്ഞിരിക്കുന്നത്. എഴുന്നള്ളട്ടെ അപ്പച്ചൻ്റെ എഴുന്നള്ളത്ത് നടക്കട്ടെ അപ്പച്ച. അനേക മക്കൾക്ക് വെളിച്ചമായിട്ട് ഓരോ കുടുംബം ഈ വചനം കേൾക്കുന്ന ഓരോ ഹൃദയത്തിലും ചെന്നുകൊണ്ടിട്ട് നൂറുമേനിയായിട്ട് ഫലം പുറപ്പെടുവിക്കുന്ന ദൈവവചനം ആത്മാവിൽ ദൈവവൃക്ഷമായിട്ട് ജീവവൃക്ഷമായിട്ട് വളരട്ടെ. തലമുറകൾക്ക് ഇത് ഐശ്വര്യമായി മാറട്ടെ. അതിൻ്റെ നദി ഒഴുകി തുടങ്ങിയിരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് കർത്താവ് ഈ നദി പല ശാഖകളായിട്ട് പലയിടത്ത് ചെന്നിട്ട് അവിടെയെല്ലാം ഫലം പുറപ്പെടുവിക്കട്ടെ. ഒരു നീതിമാൻ്റെ ഭവനത്തിൽ കർത്താവ് ഒരു ദൈവത്തിൻ്റെ ആർഭാടം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നതിന് സ്തോത്രം. നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് 7 ഇരട്ടിയായിട്ട് തിരിച്ചു കൊണ്ടുപോവാ യേശുവിൻ്റെ നാമത്തിൻ്റെ. വരൾച്ച മാറി സമൃദ്ധി തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ. ആമേൻ.